മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട കോവലിൻ്റെ വളപ്രയോഗ രീതികളും ധാരാളമായി കോവയ്ക്ക പിടിക്കാൻ വേണ്ടി ആ വളം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതും ഒക്കെയാണ്. പ്രിയമുള്ളവരെ, കോവലെന്ന് പറയുമ്പോൾ ദീർഘകാലം നമുക്ക് ആദായം തരുന്ന ഒരു വിളയാണ്. മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് വലിയ പരിചരണമൊന്നുമില്ലെങ്കിൽ പോലും, വലിയ വളപ്രയോഗമൊന്നുമില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ആദായം തരുന്ന ഒരു ദീർഘകാല പച്ചക്കറിയാണ് കോവൽ. എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായ പല വിധത്തിലുള്ള വിറ്റാമിനുകളും ഒക്കെ കോവയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോവലിൻ്റെ കാ മാത്രമല്ല, അതിൻ്റെ ഇലയും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ കോവലിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് അതിൻ്റെ തണ്ടാണ്. അപ്പോൾ കോവൽ ഉൾപ്പെടെയുള്ള ഏത് പച്ചക്കറികളുടെയും നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നല്ല മാതൃസസ്യം എന്ന് പറയുമ്പോൾ ധാരാളം കായ്ഫലം ഉള്ളതും രോഗകീടബാധകളൊന്നും ഇല്ലാത്തതുമായ മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ. അപ്പം കോവലിൻ്റെ അത്തരത്തിൽപ്പെട്ട കോവലിൻ്റെ ആ വള്ളി, കമ്പെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് വള്ളിയായിട്ട് പടരുന്നതാണ്. വള്ളി നല്ല കനമുള്ള എന്നാൽ ഒരുപാട് മുറ്റാത്തതുമായ വള്ളി വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അത് 2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് നടാൻ. നടുന്ന സമയത്ത് ഒന്നിക്കൊന്നിരാടം ദിവസങ്ങളിൽ അതിൻ്റെ ചുവട് നടുന്ന ആ ചുവട് നനച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരൾച്ചയാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം. കോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളർച്ച, അതായത് ഈ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് കോവയ്ക്ക ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. മഴക്കാലത്ത് സാധാരണ കോവയ്ക്ക ഉണ്ടാവാറില്ല. മിനിമം ഒരു 4-5 കൊല്ലം ഒരു കോവലിൽ നിന്ന് നമുക്ക് സ്ഥിരമായി ആദായം കിട്ടും. മഴക്കാലം ആകുമ്പോൾ അതിൻ്റെ വള്ളികൾ മുറിച്ച് വിട്ട് നമുക്ക് പുതിയ രീതിയിൽ അത് വളർത്തിയെടുക്കാമെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് കായ്ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ഞാൻ നട്ട് കഴിഞ്ഞിട്ട് കിളിച്ച് പടർന്നതിന് ശേഷമാണ് ഞാൻ വളമിട്ടത്. ഞാൻ വളമിട്ടത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അതുപോലെ തന്നെ ചാരം, വെണ്ണീർ, ചാമ്പൽ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഈ ചാരം കൂടി ഇട്ട് വെള്ളം സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ മൊത്തം 20-25-30 ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഇത് കാ പറിക്കാറായി. 5-8 കാ വിരിഞ്ഞു. അത് നമ്മൾ പറിച്ചു. അപ്പം കോവലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കായ്കൾ നമ്മൾ ഒരുപാട് നിർത്തേക്കരുത്. അത് കായ്കൾ 30-31 തന്നെ നമ്മളത് പറിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ കായ്കൾ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇനിയും ഞാൻ ചെയ്യുന്ന വളം എന്ന് വെച്ചാൽ ഒരുതരം ലായനി വളമാണ്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ലായനി വളം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടെ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച ഒരു വളമാണ് ഈ വളം. അപ്പം ഇങ്ങനെ ലയിപ്പിച്ച വളം ഒരു കപ്പ്, ഇതേപോലെയുള്ള ഒരു പാത്രം വളം എടുത്തതിന് ശേഷം ഉദ്ദേശം ഒരു 10 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിച്ചതാണ് ഈ സംഗതി. ഇതാണ് ഞാനിപ്പോൾ ഇതിനൊഴിച്ചു കൊടുക്കുന്നത്, കോവലിന് ഒഴിച്ചു കൊടുക്കുന്നത്. ആഴ്ചയിൽ 1 തവണ വീതം ഞാൻ ഇത് കോവലിന് ഒഴിച്ചു കൊടുക്കും. പിന്നീട് രാവിലെയും വൈകിട്ടും നനയ്ക്കാറുണ്ട്. പിന്നീട് ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ ഇതിൻ്റെ ഇലകളിലൂടെ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിചരിക്കാമെങ്കിൽ നല്ല രീതിയിൽ ആദായം കിട്ടും. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇത് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മുട്ടിനും, അതായത് ഇതിൻ്റെ മുട്ടാണ്, ഓരോ മുട്ടിനും ഇങ്ങനെ കായ്കൾ ഉണ്ടാവുന്നുണ്ട്. അത് വളരെ സന്തോഷം നമുക്ക് നൽകുന്ന ഒരു സംഗതിയാണ്. വളരെ നല്ല രീതിയിൽ ഇത് കായ്ഫലം ഉണ്ടാകുന്നുണ്ട്. ഇത് പൂക്കുന്നുണ്ട്, നമുക്ക് കായ്ഫലം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള രോഗങ്ങളോ കീടബാധകളോ കോവലിന് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സത്യം. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ചിലപ്പോഴേ ഇതിൻ്റെ തണ്ട് ഭാഗത്ത് വല്ല ഈച്ചകളൊക്കെ വന്ന് കുത്തി ആ നീര് കുടിക്കുവാണെങ്കിൽ അവിടെ ഒരു മുഴ പോലൊരു സംഗതി ഉണ്ടാവുകയും അതിന് ശേഷമുള്ള വള്ളിക്ക് വളർച്ച മുരടിക്കുകയും ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ ആ ഭാഗം നമ്മളങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി, കണ്ടിച്ച് കളഞ്ഞാൽ മതി. മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വളമാണ് നമ്മൾ ഇപ്പം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിപ്പോഴേ ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടായിട്ടും ഞാനിപ്പോൾ നട്ടിരിക്കുന്ന ബക്കറ്റിലാണ്. കാരണം എന്താണ് ഈ ബക്കറ്റിൽ നട്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴേ സ്ഥലം കൂടുതലുള്ളവർ പ്രത്യേക കൃഷിയൊന്നും ചെയ്യുന്നില്ല, എല്ലാം കാട് കയറി കിടക്കുക. ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്തോളം വളരെ പരിമിതമായ സ്ഥലമുള്ളവരും
സ്ഥലം ഒട്ടുമില്ലാത്തവരും ഒക്കെയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. സ്ഥലം ഒട്ടുമില്ലാത്തവർ വീടിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ടെറസിൽ, ഡ്രമ്മിലും ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യുന്ന കാണുന്നുണ്ട്. വളരെ കുറച്ച് സ്ഥലമുള്ളവരും അതനുസരിച്ചുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, കൃഷി എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരമാണ്, ഒപ്പം വിനോദമാണ്, വിജ്ഞാനമാണ്. മണ്ണും നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ നെഗറ്റീവ് ഊർജ്ജത്തെ മണ്ണ് ആദർശം ചെയ്യുകയും അത്തരത്തിൽ ഒരു പോസിറ്റീവ് ഊർജ്ജം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും സത്യമാണ്. എന്ന് മാത്രമല്ല, സാമ്പത്തികമായി നമുക്കൊരു നല്ല നേട്ടമുണ്ടാകുന്നത്. ഇപ്പോൾ വില കൊടുത്ത് എന്ത് സാധനം വെള്ളം വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും വലിയ വിലയാണ്. കോവയ്ക്കയ്ക്ക് തന്നെ ഇപ്പോഴത്തെ ഞാനിത് വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് കിലോയ്ക്ക് 50 രൂപ വിലയുണ്ട്. അതുപോലെ തന്നെ പയറിനാണെങ്കിൽ നാടൻ പയറിന്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പയറിന് 100 രൂപ വിലയുണ്ട്. അപ്പോൾ അമിതമായ പച്ചക്കറി വില ഒരു പരിധിവരെ നമുക്ക് തടയാൻ നമ്മൾ സ്വന്തമായ പയറും പാവലും വെണ്ടയ്ക്കയും പടവലും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ആ പച്ചക്കറികളിലൊക്കെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒട്ടനവധി ഘടകങ്ങൾ, വിഷാംശങ്ങൾ, കീടനാശിനികളൊക്കെ തളിച്ചാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് സ്വാദിഷ്ടമായ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ എളുപ്പത്തിലും വലിയ ചിലവൊന്നും ഇല്ലാതെ നട്ടുവളർത്താൻ പറ്റുന്ന ഇത്തരം പച്ചക്കറികൾ നട്ടുവളർത്തി പരിപാലിക്കണമെന്നാണ് എൻ്റെ എളിയ അപേക്ഷകൾ. അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ വളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇപ്പം ശക്തമായ ഉണക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കരിയിലയോ അതുപോലെ തോലോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രോ ബാഗിലും ഡ്രമ്മിലും പെയിൻറ്റ് ബക്കറ്റിലും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ജലസേചനം കൊടുക്കുന്ന കാര്യത്തിൽ മറക്കരുത്. കാരണം എല്ലാ സസ്യലതാദികൾക്കും ജീവനുണ്ട്, നമ്മളെപ്പോലെ തന്നെ അതിന് ആഹാരവും വെള്ളവും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് കഴിയുന്നവർ, അതിനെ സംരക്ഷിക്കാൻ കഴിയുന്നവർ മാത്രമേ ബക്കറ്റിലും ഗ്രോ ബാഗിലും ചാക്കിലും ഡ്രമ്മിലും ഒക്കെ കൃഷി ചെയ്യാവൂ. കാരണം നമ്മളതിനെ പ്രത്യേകമായി മെരുക്കിയെടുത്ത് കൊണ്ടുവരുവാണ്. ഇല്ലെങ്കിൽ പ്രകൃതി നമുക്ക് ഒരു തിരിച്ചടി തരും. എന്നാൽ മണ്ണിലാണ് ഇതുണ്ടാകുന്നതെങ്കിൽ ആ മണ്ണിൽ നിന്നും ജലാംശങ്ങളൊക്കെ ഇതെങ്ങനെങ്കിലുമൊക്കെ ആഗിരണം ചെയ്യും. പക്ഷേ ഇത് ആ ബക്കറ്റിനകത്തുനിന്ന് അതിന് വെളിയിലോട്ട് പോകാൻ അതിൻ്റെ വേരുകൾ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് കുടിക്കാൻ വെള്ളവും ജീവിക്കാൻ ഭക്ഷണവും ഒക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തിരിക്കണം. അപ്പം ഇനി നമുക്കിതിൻ്റെ വിളവെടുപ്പാണ് നമുക്ക് കാണിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കോവലിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ കോവയ്ക്ക് വിളയുന്നതനുസരിച്ച്, പാകമാകുന്നതനുസരിച്ച് നമ്മളത് വിളവെടുത്ത് മാറ്റണം. എങ്കിൽ മാത്രമേ കൂടുതൽ കായ്കൾ നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അപ്പം കോവയ്ക്ക നമുക്ക് മെഴുക്കുവരട്ടിയായിട്ടും അതുപോലെ തന്നെ തോരനായിട്ടും അതുപോലെ തന്നെ വേറെ ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഉള്ള ഒട്ടനവധി വിറ്റാമിൻസുകളും മിനറൽസും ഒക്കെ കോവയ്ക്കാക്കി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കായ്കൾ മാത്രമല്ല, ഇതിൻ്റെ ഇലകളും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അങ്ങനെ ഇലകൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നാമ്പിലകൾ, ഇതുപോലെ തളിരിലകൾ വേണം നമ്മൾ എടുക്കാൻ. പിന്നെ മറ്റൊരു അഭിപ്രായം ഉള്ളത്, ഈ പലരും പറയുന്നുണ്ട് ഈ കോവൽ പടർന്നു വരുന്നുണ്ട്, ഇങ്ങനെ മണ്ട നുള്ളി വിടണമെന്ന്. മണ്ട നുള്ളി വിട്ട് കഴിഞ്ഞാൽ ധാരാളം വള്ളികളങ്ങ് ഉണ്ടാവും. ധാരാളം വള്ളികളുണ്ടായി പന്തൽ വ്യാപിക്കും. അപ്പോഴെന്താ സംഭവിക്കുന്നറിയോ, നമ്മളിട്ട് കൊടുക്കുന്ന വളം മുഴുവൻ ഈ വള്ളികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങ് വലിച്ചെടുക്കും. അപ്പോഴേ കായ് ഫലം ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ നോക്കിയാട്ടെ, ഇത് തുച്ഛമായ വള്ളികളേ ഉള്ളൂ, ചെറിയ വള്ളികളേ ഉള്ളൂ. കാരണം ഞാൻ വള്ളികൾ വളരാൻ അനുവദിക്കുന്നില്ല. വള്ളികൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ വള്ളികൾ അങ്ങ് വെട്ടിക്കളയും. അതുകൊണ്ട് തന്നെ ഇതിപ്പം പരമാവധി ഒരു 40 ദിവസത്തെ പ്രായമുള്ളൂ ഈ കോവലിൽ. അതുകൊണ്ട് ഇത്രയും രണ്ടാമത്തെ വിളവെടുപ്പാണ്. ആദ്യം 4-5 കായേ കിട്ടുള്ളൂ, ഇപ്പോൾ ഇത്രയും കായകൾ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഞാനിങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഞാൻ ചെയ്തത്, ഒന്ന് ലായനി വളം ആഴ്ചോറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, വള്ളികൾ കൂടുതലായിട്ട് വളരാൻ അനുവദിക്കുന്നില്ല. ഇനി
കായല്ല നമുക്ക് വേണ്ടുന്നത്, ഇതിൻ്റെ ഇലകളാണ് തോരൻ വെക്കാൻ വേണ്ടുന്നതെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്ത് ഇങ്ങനെ വരുന്ന ഈ വള്ളികളുടെ മണ്ട മുറിച്ച് എടുക്കുകയും ചെയ്താൽ ധാരാളമായിട്ടുള്ള ഇലകൾ നമുക്ക് ഉണ്ടാവും, ഇലകൾ തോരൻ വെക്കാൻ. പക്ഷേ കായ്കൾക്ക് വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ദയവായി പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത്, വള്ളികൾ കുറച്ച് മാത്രം നമ്മൾ വളർത്തുക. നമുക്കാവശ്യം വള്ളികളല്ല, അഥവാ പടമല്ല, നമുക്കാവശ്യം പിന്നെ ഇതിൻ്റെ കായ്കളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വയം തൊഴിൽ നിലയിൽ ഒരു 10-50 മൂട് കോവൽ ഇട്ട് നല്ല രീതിയിൽ പരിചരിക്കാമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ നല്ല ആദായം എടുക്കാനും നല്ല വരുമാനം ഉണ്ടാക്കാനും വർഷങ്ങളോളം ആ വരുമാനം നിലനിർത്തിക്കൊണ്ടു പോകാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഈ കൃഷി പരമ്പരാഗതമായ രീതിയിൽ പണ്ട് മുതൽ തന്നെ പരമ്പരാഗതമായ കൃഷി രീതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ ആരോഗ്യമുള്ള ഒരു ജനതയെ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാനും നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കൂട്ടായി എത്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകളും കൃഷി രീതികളും ഒക്കെ പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് ഒരാൾക്ക് മുതൽ മുടക്ക് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷിക്കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.